പട്ടി ജീവിക്കും. എനിക്ക് ഡിവോഴ്സ് വേണം വക്കീലെ. എന്റെ വക്കീലെ ഇവളുടെ കൂടെ പറ്റത്തില്ല, ഇവളുടെ പട്ടിയിലൂടെ തീരെ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കണം വെച്ചാൽ അത് കൊടുത്തു കൊടുക്കും. വക്കീലെ എനിക്ക് ഡിവോഴ്സ് വേണം, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. തരാം. വക്കീലെ കൊടുത്ത് വിടും വക്കീലെ, പറ്റുമെങ്കിൽ 4:30 കൊടുക്കണം, 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതെ, ഇത് കോടതിയും ജഡ്ജൊന്നുമല്ല, പ്രസന്നന്റെ എന്റെ ഓഫീസാ. പ്രകാശൻ പ്രകാശം ഇടയ്ക്കൊക്കെ എന്നെ ആൾക്കാർ പ്രസन्न വിളിക്കാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ അത് പറ. എന്റെ പൊന്നു വക്കീലെ. നിന്റെ പൊന്നു വക്കീലോ? അത് ഞാൻ കാശ് കൊടുത്തിട്ടാണ് അങ്ങനെ ഇവിടെ ഇരിക്കണത്. നിന്റെ പൊന്നു വക്കീൽ എങ്ങനെ ആവും? എന്റെ പൊന്നു വക്കീൽ കാര്യം പറ. ഇയാള് രാവിലെ വിളിച്ചപ്പോ 20,000 രൂപയാണോ താൻ എന്നോട് വക്കീൽ ഫീസ് ആയിട്ട് ചോദിച്ചത്? ഇയാൾ എന്റെ 25,000 മേടിച്ചിട്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. താൻ അവിടെ 20,000 മേടിച്ചോ? അതെ, അതൊന്നും എനിക്കറിയണ്ട. 25,000 വരുന്നത് ഞാനാണ് കൂടുതൽ വരുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേട്ടാൽ മതി. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കുക. ഓക്കെ. 40 ലക്ഷം വീട് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വക്കീലെ, നിങ്ങൾ ഏത് കേസിന്റെ കാര്യമാണ് ഈ പറയുന്നത്? കേരള പോലീസ്, സോറി. അല്ലേ നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താ അത് പറ. എന്റെ പൊന്നു വക്കീലെ, വക്കീലെ കുറച്ച് സമാധാനമല്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടത്? അല്ലേ? നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് സോഫയിൽ വന്നൊന്ന് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും ഇങ്ങേർക്ക് വെള്ളം വേണം, ഫുഡ് വേണം, അത് വേണം, ഇത് വേണം. മനുഷ്യന് ഒരിടത്ത് ചുമ്മാ ഇരിക്കുന്നത് ഇങ്ങേർക്ക് ഇഷ്ടമല്ല. താങ്കളുടെ എന്റെ പൊന്നു വക്കീലെ, ഇവളെന്നെ ഉറക്കിയിട്ട് 8 ദിവസമായി. കൃത്യമായിട്ട് പറഞ്ഞ 8.5 ദിവസമായി. അതല്ല വക്കീലെ, സാധാരണ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഭാര്യമാര് കൊടുക്കുന്ന ഒന്നി പലചരക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ മേടിക്കാനുള്ള മെഡിസിന്റെ ലിസ്റ്റ്, ഇതൊക്കെയാണ്. പക്ഷെ എന്റെ ഭാര്യ തരുന്നതെന്ന് പറയുന്നത് കോസ്മെറ്റിക് ലിസ്റ്റായ ഐഷാഡോ, ലിപ്സ്റ്റിക്, മസ്കാര, എന്തോടി ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ? എന്റെ അറിവിലൊന്നും ആവശ്യമുള്ള സാധനങ്ങളല്ല. ഈ പ്രോഡക്റ്റിന്റെ പേരും ബ്രാൻഡിന്റെ പേരൊക്കെ ഞാൻ അറിയുന്നത് പൊന്നു വക്കീലെ കല്യാണത്തിന് ശേഷമാണ്. ഇന്നാളൊരു ദിവസം ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് മാറിപ്പോയെന്നും പറഞ്ഞ് ചപ്പാത്തി പോലെയൊക്കെയാണ് അവൾ എന്നെ അടിച്ചത്. ദാമ്പത്യ ജീവിതത്തിൽ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിത ഒരു കാര്യമാണ്. ഇയാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ തെളിയിച്ചു തരാം. വക്കീൽ പറ, ഇതിലേതാ ബ്രിക്ക് റെഡ്? ബ്രിക്ക് റെഡ് കളറേ വലത് കണ്ടില്ലേ? ആ വക്കീലിന് വരെ വിവരമുണ്ട്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡൊക്കെ അറിയാത്തതിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കാനാ? എനിക്ക് ഡിവോഴ്സ് വേണം വക്കീലെ. എനിക്ക് കുറഞ്ഞത് 2 കോടിയെങ്കിലും അലിമണി ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടണം. പിന്നെ നിന്റെ അച്ഛനിക്ക് 2.5 ഏക്കർ പാടം പതിച്ചു തന്നേക്കാണല്ലോ അരിമണി എടുത്ത് അങ്ങ് തരാനായിട്ട്. ഇതിവിടെ നിങ്ങൾക്ക് അടിയുണ്ടാകുന്ന സ്ഥലമല്ല. നിങ്ങൾ തമ്മിൽ ഈ ചെറിയ പ്രശ്നങ്ങളായ പരപുരുഷ ബന്ധം, ആവിഗീതം, ചപ്പോ ചാപ്രതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ എഴുതി ചേർക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തനിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് എഴുതേണ്ടി വരും. വക്കീലെ, ഈ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എന്നാൽ താങ്കൾക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് എഴുതാം. വക്കീലത്തെ ചെവിക്കലടിച്ചാൽ നീരെടുത്ത് കേട്ടോ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയില്ല, അവളെ പോലെ സൽഗുണ സമ്പന്നയായ ഒരു സ്ത്രീ, അവളെ പറ്റി അങ്ങനെ എഴുതി തീർക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇതിപ്പോ ഇവിടെ നിന്ന് ഒന്നിക്കുന്ന ലക്ഷണമാണല്ലോ വക്കീലെ. അല്ല, സത്യത്തിൽ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഡിവോഴ്സ് ഇപ്പൊ നോക്കണ്ടല്ലേ? നമുക്കൊരു അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് നോക്കാം. ഇന്ന് വേണ്ട, അടുത്ത വെള്ളിയാഴ്ച മതി. അടുത്ത വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. മട്ടൻ ബിരിയാണി കഴിച്ചിട്ടേ പോകാം. വെയിലൊക്കെയാണ്. കൂടെ എടുത്തായിരുന്നു. അതെ, കൊണ്ടുവന്നല്ല കൊണ്ടുപോണേ. എനിക്ക് മാത്രം എങ്ങനെയാണ് തമ്മിൽ ഇത്ര ഊള ക്ലയൻസിനെ കിട്ടുന്നത്? പ്രസന്നൻ അല്ല പ്രകാശൻ. ഈ മാസം ഞാൻ പട്ടിണിയാണല്ലോ.